ഡെഡ് ബോഡിയുടെ 2 കണ്ണിന് ജീവൻ വെപ്പിക്കാനുള്ള മാർഗം. നമ്മൾ ആരും ഇതുവരെ കേൾക്കാത്തത്ര പേടിപ്പിക്കുന്ന കാര്യം. കൺപോളകൾ തുറന്നു പിടിച്ചിട്ട് സൂചിയും നൂലും വെച്ച് കണ്ണ് തുറന്നു വെക്കുക. അതുകൊണ്ട് കേൾക്കാൻ ധൈര്യമുള്ളവർ മാത്രം കേട്ടാൽ മതിയേ. എന്നിട്ട് സമാന്തയുടെ ബോഡി പാർട്സ് എല്ലാം ഇതിനകത്തൂടെ ഇറക്കി ഫിഷിംഗ് നടത്തുക. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവും. സമാന്ത എന്ന് പറയുന്ന ഒരു 18 വയസ്സുകാരി അലാസ്കയിലെ ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുക. അങ്ങനെ വലിയ ബിസി ഏരിയയിലുള്ള കോഫി ഷോപ്പ് ഒന്നുമല്ല. രാത്രി 8 മണിക്ക് ഈ ഷോപ്പ് ക്ലോസ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് യൂഷ്വലി അവളെ പിക്ക് ചെയ്യാൻ വരുന്ന അവിടെ ബോയ് ഫ്രണ്ട് ആണ്. അവിടെ വീട്ടിൽ അപ്പന്റെയും ബോയ് ഫ്രണ്ടിന്റെയും കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ അന്നും ആസ് യൂഷ്വലും ബോയ് ഫ്രണ്ട് ഇവളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. പക്ഷെ ഷോപ്പിൽ ലൈറ്റ് ഒന്നും കാണുന്നില്ല, സമാന്തയും കാണുന്നില്ല, സമാന്ത ഫോണും എടുക്കുന്നില്ല. അപ്പൊ അവിടെ ഫാദറിനെ വിളിച്ചു ചോദിച്ചു, പുള്ളിക്കും ഒന്നും അറിയത്തില്ല. കുറച്ചു കഴിഞ്ഞ് ബോയ് ഫ്രണ്ടിന്റെ ഫോണിലോട്ട് സമാന്തയുടെ മെസ്സേജ് വരുന്നു, എന്നെ അന്വേഷിക്കേണ്ട, ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തായി താമസിക്കുന്നതാണ്. ഈ മെസ്സേജ് കണ്ട് പക്ഷെ ബോയ് ഫ്രണ്ടും ഫാദറും കുറച്ച് സർപ്രൈസ്ഡ് ആയി. കാര്യം സമാന്ത അങ്ങനെ ഫ്രണ്ടിന്റെ അടുത്തൊന്നും പോകാറുമില്ല. അവൾ അയച്ച ഒരു മെസ്സേജ് ആയിട്ട് ഇവർക്ക് തോന്നിയുമില്ല. ഇവർ രണ്ടുപേരും കൂടെ ചിന്തിച്ച് കുറെ നേരം വെയിറ്റ് ചെയ്തു രാത്രി ഫുള്ള്. വെളുപ്പിനായിട്ടും സമാന്ത കാണാത്തതുകൊണ്ടും ഒരു ന്യൂസും പിന്നില്ലാത്തതുകൊണ്ടും അവർ പോയി പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസ് കുറെ ലോക്കലി അന്വേഷിച്ചു. എന്നിട്ട് ഈ കോഫി ഷോപ്പിലെ CCTV വന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അവർ കണ്ട വിഷ്വൽസ് എല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു. രാത്രി 8 മണിക്ക് കാണുന്നത് റോഡിൽ കൂടി സ്നോയിൽ കൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ കോഫി ഹൗസിലോട്ട് നടന്നു വരുന്നു. പിന്നെ നമ്മൾ ഈ ഇൻസൈഡ് വ്യൂ കാണുന്നത് സമാന്ത ഡ്രൈവ് ത്രൂ വിൻഡോയിൽ കൂടെ ഈ ഡ്രൈവ് ത്രൂ വിൻഡോയിലോട്ട് ചെല്ലുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ കസ്റ്റമർ വന്നവിടെ കോഫി ഏതാണ്ട് ഓർഡർ ചെയ്യുവാണെന്ന്. പിന്നെ നമ്മൾ കാണുന്നത് കോഫി പ്രിപ്പയർ ചെയ്യുന്ന ഈ പെങ്കൊച്ചിനെ. എന്നിട്ട് ഈ കോഫി കൊടുക്കാൻ വേണ്ടി ആ ഡ്രൈവ് ത്രൂ വിൻഡോയിൽ സമാന്ത എത്തുന്നു. അപ്പം തന്നെ അവള് ഞെട്ടിത്തരിച്ച് കൈ രണ്ടും പൊക്കുന്നതാ കാണുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ വിൻഡോയുടെ അവിടെ നിൽക്കുന്ന ആള് ഇവളെ ഗണ്ണോ എന്തുകൊണ്ടോ കണ്ട് പേടിപ്പിക്കുന്നു. ഇവളാ കൈകൾ രണ്ടും പൊക്കി പിടിച്ച് പേടിച്ച് നടന്നു വന്ന് ഈ കോഫി ഷോപ്പിലെ ലൈറ്റ് ഓഫ് ചെയ്യും. അത് ആൾ ഇൻസ്ട്രക്ഷനിലാണ് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഉടനെ തന്നെ ആ വിൻഡോയിൽ കൂടെ ഒരു മനുഷ്യൻ ചാടി വരുന്നു. എന്നിട്ട് ഗൺ പുറകെ വെച്ച് പേടിപ്പിച്ച് ഇവളുടെ വായി കുറെ ടിഷ്യൂ പേപ്പറും കുത്തിവെച്ച് ഇവളെ നടത്തിക്കൊണ്ടങ്ങ് പോവാണ് ഈ സ്നോയിൽ കൂടെ ഈ മനുഷ്യൻ. ഒരു വൈറ്റ് ട്രക്കിലാണ് ഇവർ കയറി പോകുന്നത്. പക്ഷെ ആ വൈറ്റ് ട്രക്കിന്റെ നമ്പർ പ്ലേറ്റ് ഒന്നും പോലീസിന് കാണത്തില്ല. ഈ വിഷ്വൽസ് അല്ലാതെ ഒരു ക്ലൂവും ഇല്ല പോലീസിന് ഈ പിടിച്ചുകൊണ്ട് പോയ ആളെ പറ്റി. ഇസ്രായേൽ കീസ് എന്ന ആരും അറിയാത്ത ഒരു സീരിയൽ കില്ലറാണ് സമാന്തയെ തട്ടിക്കൊണ്ട് പോയേക്കുന്നത്. അവന്റെ പേരിൽ അതുവരെ ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്യപ്പെടാത്ത ആളും. ഇസ്രായേൽ കേസ് സമാന്തയെ സ്വന്തം വീട്ടിലോട്ടാണ് കൊണ്ടുപോകും. വീടിനോട് ചേർന്നുള്ള ഒരു ഷെഡിലാണ് ഇവളെ കെട്ടിയിടുന്നത്. എന്നിട്ട് അവിടെ വെച്ച് അവളെ ക്രൂരമായിട്ട് അബ്യൂസും ചെയ്തു. ആ വീട്ടില് അവന്റെ ഗേൾഫ്രണ്ടും 10 വയസ്സുകാരിയും മോളും ഒപ്പം താമസിക്കുന്നുണ്ട്. അവരാരും ഇതൊന്നും അറിയുന്ന പോലുമില്ല. ഒരു കൺസ്ട്രക്ഷൻ വർക്കറായിട്ടാണ് ഇവന്റെ ജോലി. അതുകൊണ്ടാണ് ഈ ഷെഡും അതിനകത്ത് ഒത്തിരി പണി സാധനങ്ങളും പിന്നെ എപ്പോഴും പണിയൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും അവിടുന്ന് സൗണ്ടും കാര്യങ്ങളും പണിയുമായിരുന്നു. അതുകൊണ്ട് ഈ വീട്ടുകാരും ശ്രദ്ധിക്കാറില്ല. അബ്യൂസ് ചെയ്തതിനു ശേഷം പറഞ്ഞു, നിന്നെ വെറുതെ വിടാം, പക്ഷെ എനിക്ക് കാശ് വേണം. സമാന്ത പറയുന്നു അവളുടെ അക്കൗണ്ടിലുള്ള കാശൊക്കെ എടുത്തോ, അവളെ വെറുതെ വിട്ടാൽ മതി. അങ്ങനെ ഇസ്രായേൽ ആ രാത്രി തന്നെ തിരിച്ച് കോഫി ഷോപ്പിലോട്ട് പോവാം. അവിടെ പേഴ്സും ATM കാർഡും ഫോണും ഒക്കെ എടുക്കാൻ. അതിന് മുമ്പ് ഒരു കാര്യം നടന്നു. ഇവളെയും കൊണ്ട് ഇങ്ങനെ പിടിച്ചു വന്ന് വാനിൽ കയറ്റിയതിനു ശേഷം അവൻ തിരിച്ചു ചെന്ന് ഈ കോഫി ഷോപ്പിൽ ചെന്ന് ഈ ഫോണിൽ നിന്ന് ഈ ബോയ് ഫ്രണ്ട് അവളെ വിളിക്കാൻ വരുമെന്ന് അവൻ മനസ്സിലാക്കിയിട്ട് ഈ മെസ്സേജ് അയച്ചത് അവനായിരുന്നു. അങ്ങനെ ഇപ്പം തിരിച്ചു ചെന്ന് ആ ഫോണും പേഴ്സും എല്ലാം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ തിരിച്ചു വന്ന് ATMന്റെ പിന്നും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയ ശേഷം അവളെ വീണ്ടും അബ്യൂസ് ചെയ്ത് കൊന്നു ആ രാത്രി തന്നെ. ആ ഡെഡ് ബോഡി ഷെഡിൽ തന്നെയുള്ള ഒരു ബോക്സിലാക്കി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഈ ദുഷ്ടൻ അവന്റെ ഗേൾഫ്രണ്ടിനെയും 10 വയസ്സുള്ള മോളെയും കൂട്ടി എവിടെയോ വെക്കേഷന് പോവുക. എന്നിട്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് തിരിച്ചു വന്ന് അപ്പം മനസ്സിലാക്കുന്നു എല്ലാവരും ഈ ടൗണിൽ സമാന്തയെ തപ്പി നടക്കുവാണെന്നും സമാന്തയെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് അവിടെ ഫാദർ ഒരു $40,000 ഓഫർ ചെയ്തിട്ടുണ്ട്. സെയിം ടൗണിൽ തന്നെയാണ് ഇവിടെ രണ്ടുപേരുടെയും വീട്. അപ്പോൾ ഈ ദുഷ്ടന്റെ അടുത്ത പ്ലാൻ സമാന്തയുടെ ഫാദറിന്റെ കയ്യിൽ നിന്ന് ഈ കാശ് എങ്ങനെ അടിച്ചു മാറ്റാമെന്നായി. അപ്പോൾ അതിന് മോൾ അവന്റെ കയ്യിൽ ജീവനോടെ ഉണ്ടെന്ന് ഫാദറിനെ അറിയിക്കുക. ഷെഡിൽ ചെന്ന് ബോക്സിൽ നോക്കിയപ്പോൾ സമാന്തയുടെ ബോഡി കംപ്ലീറ്റ്ലി ഫ്രീസ് ആയിട്ടിരിക്കുക. കാര്യം തണുപ്പ് സമയമാണ്, ഫെബ്രുവരി മാസമാണ്. അപ്പോൾ ഈ ഡെഡ് ബോഡിക്ക് ഇനിയും കുറച്ച് ജീവൻ വരുത്താനുള്ള പ്ലാൻസ് ആയി. അതിനുവേണ്ടി വീടിനകത്ത് ചെന്ന് ഹെയർ ഡ്രയർ എടുത്തുകൊണ്ട് വന്ന് ഇത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തുമാത്രം മെന്റലി സിക്കാണ് ഈ മനുഷ്യൻ അല്ലേ. എന്നിട്ട് ഗേൾഫ്രണ്ടിന്റെ മേക്കപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സമാന്തയുടെ ഫേസിലെല്ലാം മേക്കപ്പ് ഇടുക. അവൻ മോളുടെ മുടി പിന്നി കെട്ടുന്ന പോലെ തന്നെ സമാന്തയുടെ മുടിയും 2 സൈഡിലോട്ടും പിന്നി കെട്ടിയിട്ടു. എല്ലാം ഓക്കെ ആയി. പക്ഷെ ഒരു പ്രശ്നം, 2 കണ്ണും അടഞ്ഞിരിക്കുവാണല്ലോ. ഇനി ഡെഡ് ബോഡിയുടെ 2 കണ്ണിന് ജീവൻ വെപ്പിക്കാനുള്ള മാർഗം നമ്മൾ ആരും ഇതുവരെ കേൾക്കാത്ത പേടിപ്പിക്കുന്ന കാര്യമാണ്. കേൾക്കാൻ ധൈര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടോണം. കൺപോളകൾ തുറന്നു പിടിച്ച് സൂചിയും നൂലും എടുത്ത് 2 കണ്ണുകളും തുന്നി വെക്കുക. അങ്ങനെ അത് രണ്ടും ഓപ്പൺ ആക്കി ഇരുത്തി. പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക കേട്ടോ. എന്നിട്ട് ഈ മേക്കപ്പ് എല്ലാം ഇട്ട് റെഡിയാക്കിയ ഡെഡ് ബോഡിയെ ഒരു ചെയറിൽ ഇരുത്തിയിട്ട് തൊട്ടടുത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറും വെച്ചു. എന്നിട്ടൊരു ഫോട്ടോ എടുത്തു. കണ്ടാൽ സമാന്ത ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ തോന്നും. എന്നിട്ട് സമാന്തയുടെ ഫോണിൽ നിന്ന് ബോയ് ഫ്രണ്ടിന് പിന്നെ മെസ്സേജ് അയക്കുക. ഒരു പാർക്കിന്റെ പേര് പറഞ്ഞിട്ട് ആ പാർക്കിൽ ചെന്നാൽ മതി, സമാന്ത എവിടെ ഉണ്ടെന്നുള്ള ഒരു ക്ലൂ കിട്ടുന്നു പോലും.
അങ്ങനെ ബോയ് ഫ്രണ്ടും അപ്പനും പോലീസുകാരും എല്ലാം പാർക്കിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ലെറ്റർ. ആ ലെറ്ററിനകത്ത് ഈ എടുത്തു വെച്ച ഫോട്ടോയുണ്ട്. അതായത് സമാന്ത ലേറ്റസ്റ്റ് പേപ്പറും അടുത്ത് വെച്ച് നിൽക്കുന്ന ഫോട്ടോ കുറച്ച് വിയേർഡാണ്, അത്ര ക്ലാരിറ്റി ഇല്ല, കുറച്ച് അസ്വാഭാവികതയൊക്കെ ഉണ്ടെങ്കിലും ഫാദറിനും ബോയ് ഫ്രണ്ടിനും സമാന്ത ഇപ്പോഴും ജീവനോടുണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നു. കൂടാതെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് $30,000 ഉടനെ തന്നെ സമാന്തയുടെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യണം എന്നാണ്. അങ്ങനെ ഈ ഇൻഫർമേഷൻ കിട്ടിയപ്പം തന്നെ അവർ സമാന്തയെ രക്ഷിക്കാൻ വേണ്ടി $30,000 ഡിപ്പോസിറ്റ് ചെയ്തു. എന്നിട്ട് പോലീസ് ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, സമാന്തയുടെ അക്കൗണ്ടിൽ നിന്ന് എപ്പം പൈസ വിത്ഡ്രോ ചെയ്താലും ആ നോട്ടിഫിക്കേഷൻ അലേർട്ട് പോലീസിന് ഉടനെ തന്നെ ചെല്ലണമെന്ന്. ഇവന് ഒറ്റയടിക്ക് ഈ $30,000 എടുക്കാൻ പറ്റത്തില്ല. അറ്റ് എ ടൈം $500 മാക്സിമം വിത്ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ പണി തുടങ്ങി. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി അവൻ ATM നിന്നുള്ള വിത്ഡ്രോയൽ. ഓരോ സ്ഥലത്ത് ചെല്ലും, അവിടെ ചെന്നൊരു കാറ് റെൻറ്റ് ചെയ്തിട്ടാണ് ഏതെങ്കിലും ഒരു റാൻഡം ATM ചെന്ന് ഇവൻ പിക്ക് ചെയ്യുന്നത്. അലേർട്ട് വന്ന് പോലീസിന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ക്ലൂ മിസ്സാവും, ഇവനെ മിസ്സാവും. പക്ഷേ താമസിക്കാതെ തന്നെ ഒരിടത്തവന് പിടിവീണു. ഒരു വിത്ഡ്രോയിൽ കഴിഞ്ഞപ്പം തന്നെ പോലീസിന് ഒരു ക്ലൂ കിട്ടി. CCTV ക്യാമറയെന്ന് ഒരു വൈറ്റ് പ്രത്യേക മേക്കിൻ്റെ കാറിലാണ് അവൻ വന്നേക്കുന്നത്. അപ്പം തന്നെ സിറ്റി ഫുള്ള് പോലീസുകാർ ഈ ഒരു പർട്ടിക്കുലർ മേക്കിലുള്ള വൈറ്റ് കാർ തപ്പി ഇറങ്ങി. ഒരു പോയിന്റിൽ ഇവൻ്റെ കാറ് കിട്ടുന്നു. അവർ ആ കാറിനകത്ത് ഫുള്ള് സെർച്ച് ചെയ്യുന്നുണ്ട്. അവൻ നല്ല കൂളായിട്ട് ഇറങ്ങി നിൽക്കുക. അവർ സമാന്തയുടെ ബോഡിയോ സമാന്തയോ കിട്ടിയില്ലെങ്കിലും സമാന്തയുടെ ID കാർഡും ATM കാർഡും ഒക്കെ പോലീസിന് ഈ കാറിൽ നിന്ന് കിട്ടി. പക്ഷേ സമാന്ത എവിടെയാണെന്ന് അവർക്ക് അറിയത്തുമില്ല. അങ്ങനെ ഇസ്രായേൽ കേസിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്തു. സാധാരണ ഒരു കുറ്റവാളിയല്ല ഇവൻ. പോലീസിൻ്റെ ഭീഷണിയൊന്നും ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് പോലീസ് വളരെ തന്ത്രങ്ങൾ ഉപയോഗിച്ചും വളരെ സ്നേഹത്തിലും മയത്തിലും ഒക്കെയാണ് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ചിരിച്ച് കളിച്ചാണ് പോലീസിനോട് സംസാരിക്കുന്നത്. ശരിക്കും ഒരു സൈക്കോപാത്താണ്. ഒത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം പോലീസ് അറിഞ്ഞു സമാന്തയുടെ ബോഡി എവിടെയാണെന്ന്. അത് കേട്ടാലും നമുക്ക് ഞെട്ടിത്തെരിക്കും. ഈ സംഭവം നടന്നത് അലാസ്കയിലാണ്. അലാസ്കയിലെ ബിഗ് ലേക്സ് എല്ലാം ഫ്രീസ് ആകും. അതായത് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ നടക്കാം, ഐസിൻ്റെ മുകളിൽ കൂടെ നടക്കാം. 700 അടി താഴ്ച കാണും ഈ ലേക്ക്. ആൾക്കാരുടെ ഒരു ഹോബിയാണ് ഐസ് ഫിഷിങ്. ഇവിടെ ആൾക്കാർ ഈ ഐസിൽ കൂടെ ഒരു ഹോള് ഡ്രില്ല് ചെയ്യും. എന്നിട്ട് ആ ഹോളിൽ കൂടെ ഫിഷിനെ പിടിക്കും. ഈ ക്രിമിനൽ അതേപോലെ ഈ ഐസ് ലേക്കിൽ ചെന്ന് ഹോള് ഡ്രില്ല് ചെയ്തു. എന്നിട്ട് സമാന്തയുടെ ബോഡി പാർട്സ് എല്ലാം ഇതിനകത്തൂടെ ഇറക്കി ഫിഷിങ് നടത്തുക. അങ്ങനെ ഫിഷ് ചെയ്ത് കിട്ടിയ ഫിഷിനെ അവൻ വീട്ടിൽ കൊണ്ടു ചെന്ന് ഫാമിലി എല്ലാം കൂടെ ചേർന്ന് കഴിച്ചു എന്നും അവൻ പറയുന്നുണ്ട്. പിന്നീട് പോലീസ് ഇവൻ പറഞ്ഞ ലൊക്കേഷൻ എല്ലാം വെച്ച് അണ്ടർ വാട്ടർ റോബോട്ടിക് വെഹിക്കിളൊക്കെ ഉപയോഗിച്ച് ഈ ബോഡി കണ്ടെടുത്ത് DNA ടെസ്റ്റ് നടത്തി അത് സമാന്തയുടെ ആണെന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. ഇതല്ലാതെയും പോലീസ് കൺഫേം ചെയ്തു ഇവനൊരു സീരിയൽ കില്ലറാണെന്ന്. അവരുടെ അറിവിൽ വേറെ 12-13 പേരെ ഇവൻ റാൻഡംലി കണ്ടുപിടിച്ച് ഒരു കാരണവും ഇല്ലാതെ കൊന്നു തള്ളി. എന്നിട്ട് അവൻ പറയുന്നത് അവൻ ഇത്രയും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കിട്ടുന്നതെന്നാണ്. അവരാരൊക്കെയാണെന്നോ ഏതൊക്കെ സ്ഥലത്താണെന്നോ പോലും പോലീസിന് ഒരു ഐഡിയയും കിട്ടിയില്ല. എന്നാലും ഈ കൂട്ടത്തിൽ മരണപ്പെട്ട ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേര് കിട്ടി പോലീസിന്. പക്ഷെ അവർ ഡെഡ് ബോഡി കിട്ടിയിട്ടേ ഇല്ല. ഇവനെ അവരെ എത്ര മൃഗീയമായിട്ടാണ് കൊന്നതെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഈ സീരിയൽ കില്ലറുടെ ഇരകളുടെ ഒന്നും ഡെഡ് ബോഡി ഒരിക്കലും പോലീസിന് ലഭിക്കുന്നില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും പോലീസ് കുറേയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ന്യൂസിൽ പറയുന്നത്. ഇവൻ പോലീസിനോട് വെച്ചൊരു ഡിമാൻഡാണ് ഇവൻ്റെ പേര് മീഡിയയ്ക്ക് വിട്ടില്ലെങ്കിൽ ഇവൻ കുറേ സീക്രട്സ് പറയാമെന്ന്. പക്ഷെ പേര് പുറത്തായത് ഇവൻ ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഇവൻ്റെ 10 വയസ്സുകാരി മോളെ അത് ബാധിക്കുമെന്ന്. എത്ര കരുതലുള്ള വിശുദ്ധനായ പിതാവാന്ന് നോക്കിക്കോണേ. ഡിസംബർ 1, 2012 അവൻ്റെ അവസാനം ജയിലിലെ സെല്ലിൽ കിടന്ന് അവൻ സ്വയം ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് പേരൊക്കെ അറിഞ്ഞ സംഭവമായിരിക്കാം ഇത്. എന്നാലും കുറേ പേരൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് അറിയാത്തവർ. അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി വീണ്ടും വേറൊരു വ്ലോഗിൽ കാണാമേ.